ഹായ് ഗായ്സ്, നമസ്കാരം. വിഷ്ണുവാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ മമ്മിക്ക് ടാറ്റ കൊടുത്ത് ഞാനും പപ്പയും കൂടെ പോവുകയാണ്. അതായത് ഇന്ന് ദിവസം കുറച്ച് ദിവസത്തേക്ക് ഞാൻ പപ്പായുടെ കൂട്ടത്തിൽ ടാങ്കർ ലോറി ഓടിക്കാൻ പോവുകയാണ്. ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു പപ്പ ടാങ്കർ ലോറി ഓടിക്കുകയാണെന്ന്. അപ്പം രാവിലെ നമുക്ക് ഇന്ന് ലോഡുണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ വണ്ടി എടുത്തിറങ്ങി. നമുക്ക് കളർകോട് എന്ന്, അതായത് ആലപ്പുഴ കളർകോടുള്ള പമ്പിലേക്കാണ് ലോഡ്. കമ്പനി വണ്ടി, അതായത് പമ്പിൻ്റെ വണ്ടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോറി നമുക്ക് അവിടെ പോയി എടുക്കണം. അവിടെ നിന്ന് എടുത്ത് നമ്മൾ എറണാകുളത്ത് ഇരുമ്പനത്ത് പോയി ലോഡ് ഫില്ല് ചെയ്ത് തിരിച്ച് നമ്മുടെ പമ്പിൽ കൊണ്ട് ഇറക്കണം. അതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ചില ദിവസങ്ങളിൽ നമുക്ക് ഒരു ലോഡായിരിക്കാം, ചില ദിവസങ്ങളിൽ 2 ലോഡായിരിക്കാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ രാവിലെ ഇറങ്ങുവാണ്. അപ്പോൾ ആ സാഡും കാര്യങ്ങളും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈസൻസിലേക്ക് അത് ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലീഗലി പെർമിഷൻ ആയി ടാങ്കർ ലോറി ഓടിക്കാനായിട്ട്, അതായത് കമ്പനിക്കുള്ളിൽ വണ്ടി ഓടിക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല. കാരണം കമ്പനിക്കുള്ളിൽ വണ്ടി കയറ്റണമെങ്കിൽ നമുക്ക് അതിനുള്ള പാസ് കാര്യങ്ങളൊക്കെ വേണം. അപ്പം അതുകൊണ്ട് അതിനുള്ള പെർമിഷനും കാര്യങ്ങളും നമുക്കില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഓടിക്കാം. കമ്പനിയുടെ പുറത്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ വണ്ടി കയറി രാവിലെ പപ്പരോടെ പോകുന്നത്. എങ്ങനെയാണ് എന്നെനിക്കറിയില്ല, ചോദിച്ചപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഹെവി വണ്ടികളൊക്കെ ഓടിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിലാണ് നമ്മൾ പോകുന്നത്. രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. വെളുപ്പിനെ ആയതുകൊണ്ട് വഴിയിലൊന്നും വണ്ടികളും കാര്യങ്ങളും ഒന്നുമില്ല, എല്ലാം എംറ്റിയാണ്. കടകളൊക്കെ തുറക്കാനുള്ള സമയമാകുന്നതേ ഉള്ളൂ. നമുക്ക് ടാങ്കർ റോഡ് ഓടിക്കുന്നതിന് ടാങ്കറിന് പ്രത്യേക ടൈം പീരീഡ് ഉണ്ട്. അതായത് വെളുപ്പിന് 5 മണി മുതൽ രാത്രി 10 മണി വരെ മാത്രമേ വണ്ടി ഓടിക്കാനുള്ള പെർമിഷൻ നമുക്ക് കമ്പനിയിൽ നിന്നും, അതായത് നമ്മൾ ലോഡ് എടുക്കുന്ന കമ്പനിയിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ സമയങ്ങളിൽ വാഹനം ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ലോക്ക് കാര്യങ്ങളൊക്കെ വീഴും. അപ്പോൾ നമുക്ക് പിന്നെ ലോഡും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 മണിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഞങ്ങളൊരു 4:30 കഴിഞ്ഞപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ പമ്പ് എത്താറായി. നമ്മുടെ ഈ പമ്പ് അശ്വിൻ ആലപ്പി എന്ന് പറയുന്നതാണ് പമ്പിൻ്റെ പേര്. ഇത് 24 ഹവേഴ്സാണ്. അപ്പം ഡേയും നൈറ്റും എല്ലാം ഇവിടെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഏത് സമയത്ത് വന്നാലും നമുക്കിവിടെ പെട്രോൾ ഡീസൽ എല്ലാം റീഫിൽ ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പം നമ്മൾ വണ്ടിയുടെ അടുത്തെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ലോറി. 12,000 ടണ്ണാണ് ഇതിൻ്റെ കപ്പാസിറ്റി. 3 ടാങ്കുകളാണ്, അതായത് ഒരു ടാങ്കിൽ 3 അറകളായിട്ടാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 12,000 ആണ്. ഓരോ ടാങ്കിലും 4,000 വെച്ചാണ് നമുക്ക് കപ്പാസിറ്റി ഉള്ളത്. അങ്ങനെ ഞങ്ങൾ രാവിലെ നമ്മുടെ ഇരുമനത്തെത്തി ലോഡ് ഫില്ല് ചെയ്ത് തിരിച്ചു പോവുകയാണ്. കാരണം അങ്ങോട്ട് പോകുന്ന വഴിക്ക് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ ഉള്ളൊരു സാഹചര്യം നമുക്ക് കിട്ടിയില്ല. കാരണം അങ്ങോട്ട് പോകുന്ന വഴിക്ക് വണ്ടി ഓടിച്ചായിരുന്നു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. സാധാരണ ലോറി ഓടിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് കിട്ടിയത് എനിക്ക്. പ്രത്യേകിച്ച് എന്നാലൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നീട് നമ്മൾ വലിയ വണ്ടി ഓടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്ര കുഴപ്പമായിട്ട് തോന്നില്ല. പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയത് ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ്. പക്ഷേ അതൊരു മാക്സിമം ഒരു 10 കിലോമീറ്ററിനുള്ളിൽ തന്നെ അതെല്ലാം നമ്മുടെ കൈക്ക് വഴങ്ങും. അപ്പോൾ തിരിച്ച് ലോഡും കൊണ്ടാണ്. ലോഡും വണ്ടി നമ്മളങ്ങനെ ഓടിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ പപ്പയായിരുന്നു തിരിച്ച് വന്നപ്പോഴത്തേനും ഇങ്ങോട്ട്. അപ്പോൾ ഞാനൊരു കിളിയായിട്ട് സൈഡിലിരിക്കുമായിരുന്നു. അപ്പം വരുന്ന വഴിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനും കഴിഞ്ഞു. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം സ്പീഡ് എടുക്കാനും പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ സ്പീഡ് ലിമിറ്റ് 60 സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ സ്പീഡും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ലോഡ് വണ്ടി നമ്മൾ വരുമ്പം അതനുസരിച്ച് വേണം കൊണ്ടുവരാനായിട്ട്. നമ്മുടെ ഫ്രണ്ടിൽ ഈ ഒട്ടിച്ചിരിക്കുന്നത് നമ്മൾ DA, പിന്നെ അതുപോലെ നമ്മുടെ ഏതാണ് നമ്മൾ കൊണ്ടുവരുന്ന ഫ്ലെയിമുകൾ അതിൻ്റെ ഒരു സ്റ്റിക്കറുമാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് ഫ്രണ്ടിൽ ഗ്ലാസ്സിൽ കാണുന്നത്. D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീലറുടെ വണ്ടി, അതായത് നമ്മൾ പമ്പിൻ്റെ സ്വന്തം വണ്ടി ആയത് കാരണമാണ് D എന്നുള്ളത്. പിന്നെ നമുക്കുള്ളത് കോൺട്രാക്റ്റ് വണ്ടികളാണ്. അതിൻ്റെ അവിടെ P എന്നായിരിക്കും ഈ സ്റ്റിക്കർ വരുന്നത്. നമ്മൾ ഡീലർ വണ്ടി ആയത് കാരണമാണ് D. അതുപോലെ തന്നെ നമുക്ക് പോകുന്നതിന് പ്രത്യേക റൂട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ സാധനങ്ങൾ, അതായത് GPS കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ ഉള്ളത്. റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് അതിൻ്റെ GPS കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന അതേ റൂട്ടിൽ കൂടെ തന്നെ പോയില്ലെങ്കിൽ നമുക്ക് ലോക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരും. ഈ ലോക്ക് കാര്യങ്ങൾ വന്നാൽ നമുക്ക് രാവിലെ ലോഡ് എടുക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ടൈമുണ്ട്. രാവിലെ 5 മണി കഴിഞ്ഞ് നമുക്ക് വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു. അപ്പം ആ ഒരു ടൈമിന് മുമ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് വീഴും. അങ്ങനെ ലോക്ക് വീണാലേ നമുക്ക് ലോഡ് കിട്ടാനായിട്ടും കാര്യങ്ങളൊക്കെ പ്രശ്നം വരും. പിന്നീട് നമ്മൾ ഓരോ മെയിലും കാര്യങ്ങളൊക്കെ അയച്ചാൽ മാത്രമേ നമുക്കത് ക്ലിയർ ചെയ്ത് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളുടെ റൂട്ടും. നമുക്കൊരു നിശ്ചിത റൂട്ട് ഓരോ കമ്പനിയിൽ നിന്ന് നമുക്ക്
ഡിസൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ റൂട്ടിൽ കൂടെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആലപ്പുഴ കോട്ടയം വഴിയും വരാം, ചങ്ങനാശ്ശേരിയും അതുപോലെ തന്നെ അല്ലാതെ ഡയറക്റ്റ് ആലപ്പുഴയിലേക്ക് എത്താം. ഇപ്പം കോട്ടയത്ത് വന്നിട്ടാണ് എൻ്റെ റൂട്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു റൂട്ടേ ഫോളോ ചെയ്യുള്ളൂ. അതിപ്പം എന്ത് സംഭവിച്ചാലും. അതല്ല നമ്മൾ വേറെ റൂട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലോക്ക് വീഴും. അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമുക്കത് ലോഡ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് പമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലോഡ് അവിടെ ഇറക്കണം. ലോഡ് ഇറക്കിയതിന് ശേഷം നമുക്ക് ഉച്ച കഴിഞ്ഞ് ഒരു ലോഡും കൂടെ ഉണ്ട്. അപ്പോൾ അതെടുക്കാനായിട്ട് പിന്നീട് പോകണം. അപ്പം ചൂട് സമയമാണ്. ചൂട് സമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂട് വണ്ടിക്കകത്തും ഉണ്ട്. അതുപോലെ തന്നെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആണ് റെക്കോർഡ് ചെയ്തത്. കാരണം ആ സൗണ്ടിൻ്റെ ഇതിലൊന്നും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ തിരിച്ച് നമ്മൾ ആലപ്പുഴയിലേക്ക് വരുവാണ്. അതുപോലെ തന്നെ ഞാൻ ഹസാർഡ് ലൈസൻസ് എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിത് ലൈസൻസിൽ കയറ്റണമെന്ന്. ലൈസൻസിൽ കയറ്റാൻ അപ്ലൈ ചെയ്ത് ഏകദേശം ഒരു 2 ദിവസത്തിനുള്ളിലാണ് അത് റെഡിയാക്കി കിട്ടിയത്. എങ്ങനെയാണ് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതുപോലെ തന്നെ നമ്മുടെ ലൈസൻസ് നമുക്ക് ഒരു 2 ദിവസത്തിനുള്ളിൽ കൈ കിട്ടും. അത് എളുപ്പത്തിൽ, അതായത് നമ്മുടെ ലൈസൻസ് കുറച്ച് അർജൻറ്റായിരുന്നു, കിട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നു. വേറെ ഒരു കാര്യത്തിന് വേണ്ടി, വിദേശത്ത് പോകേണ്ട ഒരു കാര്യത്തിന് വേണ്ടി ലൈസൻസിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈസൻസ് പെട്ടെന്ന് കിട്ടാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ഞാൻ ഒരുപാട് പേരോട് എൻക്വയറി ചെയ്തായിരുന്നു. അങ്ങനെ എനിക്കൊരു എളുപ്പ വഴി കിട്ടി. അത് സക്സസ് ആണോ അല്ല എന്നുള്ളത് 2 ദിവസത്തിനുള്ളിൽ അറിയാം. അത് സക്സസ് ആണെങ്കിൽ എങ്ങനെയാണ് എന്താണെന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. കാരണം ഒരുപാട് പേര് ഇങ്ങനെ എൻക്വയറി ചെയ്ത് നടക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. കാരണം ഞാൻ തിരക്കിയപ്പോഴാണ് ഇതുപോലെ തന്നെ ഒരുപാട് പേര് തിരക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സക്സസ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതെങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമുക്കതിന് പ്രത്യേകിച്ച് കാശ് ചിലവ് കാര്യങ്ങൾ ഒന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മളെ പ്രിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് എറണാകുളത്താണെന്ന്. പ്രിൻറ്റ് ചെയ്ത് കിട്ടുന്നതിലാണ് നമുക്ക് മെയിനായിട്ട് ഡിലേ വരുന്നത്. ആ ഡിലേ എങ്ങനെയാണെന്ന്, എന്തുകൊണ്ടാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അത് എങ്ങനെ ഒഴിവാക്കി നമുക്കത് പെട്ടെന്ന് പ്രിൻറ്റ് ചെയ്ത് കിട്ടാം എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് സക്സസ് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനത് നിങ്ങൾക്കും ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ പമ്പിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് ലോഡ് എടുക്കണം. ലോഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോസ് എടുക്കാനുള്ള പെർമിഷനോ കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് കമ്പനിയിലാണെങ്കിലും വീഡിയോ എടുക്കാനായിട്ടുള്ള പെർമിഷനും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിക്കാത്തത്. അതുപോലെ ലോഡ് ഇറക്കുന്ന സമയത്ത് നമുക്ക് മൊബൈലോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇവർ പമ്പ് ആ ടൈമിൽ ക്ലോസ് ചെയ്യുകയും ചെയ്യും. അതായത് ലോഡ് ഇറക്കുന്ന സമയത്ത് നമ്മൾ പമ്പ് ക്ലോസ് ചെയ്യുകയും ചെയ്യും. സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ വണ്ടിയുടെ ഒരു റിവ്യൂവും കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത് തന്നെ ചെയ്യുന്നതായിരിക്കും. അതിന് പമ്പിൽ നിന്ന് നമുക്ക് പെർമിഷൻ എടുക്കണം. അങ്ങനെ ഞങ്ങൾ ലോഡ് ഇറക്കിയിട്ട് അടുത്ത ലോഡ് എടുക്കാനായിട്ട് തിരിച്ച് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.